രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ തന്നെ കിടത്താനുള്ള പോലീസിന്റെ നീക്കം പാളി. രാഹുൽ മാങ്കൂട്ടത്തിലിന് എല്ലാ കേസിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. CJM കോടതിയാണ് ജാമ്യം നൽകിയത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിലും അതുപോലെ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലുമാണ് ജാമ്യം ലഭിച്ചത്. അതേസമയം ജയിലിൽ നിന്നും ഇറങ്ങുന്ന രാഹുലിന് വൻ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസാണ് രാഹുലിനെ സ്വീകരിക്കാനായി എത്തുന്നത്. അറസ്റ്റിലായി 8ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുവദിച്ച ഉപാധികൾ ഇങ്ങനെയാണ്: 25,000 രൂപ കെട്ടിവെക്കണമെന്നും എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണമെന്നും തുടങ്ങിയ ഉപാധികളോടെയാണ് CJM കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യ ഉപാധികൾ കോടതിയിൽ നൽകിയാൽ ഇന്ന് പുറത്തിറങ്ങാനാകുന്നതാണ്. ഉടൻ ജാമ്യ ഉപാധികൾ കോടതിയിൽ നൽകി പുറത്തിറങ്ങാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് എതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ ഇന്ന് വൈകിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നടന്നത്. തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ മാസം 22 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയവയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ. അതിനിടെ 3 കേസുകളിൽ കൂടി രാഹുലിന്റെ അറസ്റ്റ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം രാഹുലിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കാനായി യൂത്ത് കോൺഗ്രസും ഒരുപോലെ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിരസിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വൈദ്യപരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്നാൽ ഡിസ്ചാർജ് സമ്മറിയിൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി വ്യക്തമാക്കിയിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ജനുവരി 9 രാഹുലിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലായിരുന്നു കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത്. 3 കേസുകളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഉണ്ടായിരുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിലും പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ 3 കേസിൽ 1 കേസിൽ മാത്രമായിരുന്നു. ബാക്കി 2 കേസുകളിലെയും അറസ്റ്റ് അന്നേ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആദ്യത്തെ കേസിൽ ജാമ്യം അനുവദിക്കാനിരിക്കെയായിരുന്നു ബാക്കി 2 കേസുകളിൽ കൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, രാജ്ഭവൻ മാർച്ചിൽ കൂടി മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട് വളഞ്ഞായിരുന്നു പോലീസ് നാടകീയമായി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നിൽ സർക്കാരും പോലീസും ചേർന്നുള്ള ഒത്തുകളിയാണെന്നത് വ്യക്തമാണ്. കാരണം 3 കേസുകൾ നിലവിൽ ഉണ്ടായിരുന്നിട്ട് പോലും 1 കേസ് മാത്രം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും രാഹുൽ പുറത്തിറങ്ങുന്ന ഒരു ഘട്ടം വരുമ്പോൾ മറ്റ് കേസുകൾ ചുമത്തി അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ വെളിവാകുന്നത്.